ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെയൊക്കെ വർത്താനം? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ എണീച്ചു, നല്ല ചൂടുള്ള ചപ്പാത്തി ഉണ്ടാക്കി, ഇഷ്ടക്കറി ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ഈ ചപ്പാത്തിക്ക് ഇഷ്ടക്കറി നല്ല ഇഷ്ടമാണ്. പിന്നെ കടലക്കറി ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നില്ല അല്ലേ നിങ്ങൾ? കടലക്കറി നിർത്തിയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കണം. പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. ചോറിനൊക്കെ അതിൻ്റെ കൂടെ വെള്ളം വെച്ചിട്ട് കുട്ടിക്ക് വെള്ളമൊക്കെ വെച്ച് കുളിപ്പിച്ച് അവൾ അംഗൻവാടി കൊണ്ടാക്കി ടാപ്പിംഗ് വർക്കിനൊക്കെ പോയി. അപ്പോഴേക്കും ഞാനതാ ചോറൊക്കെ അടുപ്പിൽ വെന്തുമായി അപ്പോഴേക്കും. പിന്നെ ഞാനിന്ന് നല്ല നാടൻ പരിപ്പും മുരിങ്ങക്കായിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരിപ്പും മുരിങ്ങക്കായ എൻ്റെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ്. അപ്പം ഞാൻ അടുപ്പിലതാ പരിപ്പ് ഇതുണ്ടോ, പരിപ്പും തക്കാളിയും വലിയുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വേഗം വെച്ചു. അതിലൊരു 3-4 വിസിൽ വിട്ടപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ട് പിന്നെ അതിലേക്ക് എന്താ ഫ്രഷായ മുരിങ്ങക്കായ ഉണ്ടോ, അടിപൊളിയായിട്ടുള്ള മുരിങ്ങക്കായ ഇട്ടു. ആ മുരിങ്ങക്കായയിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൽ വിസിൽ അടിക്കരുത് കേട്ടോ. അത് വിസിലിൻ്റെ ആ സൗണ്ട് ഇങ്ങനെ വരില്ല, അപ്പോൾ വേഗം ഓഫാക്കണം. അതിൻ്റെ മുരിങ്ങക്കായ ആയതുകൊണ്ട് അത് വെന്ത് ഉടയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ട മുളക് പൊടിയും അതിലേക്ക് വേണ്ട ഒരു പരിപ്പിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ. അപ്പോൾ അത് ഇത്രയും കൂടി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 2 സ്പൂണോളം സാമ്പാർ പൊടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയൊന്നും ഇടരുത് കേട്ടോ, അതിൽ മല്ലിപ്പൊടി ഇടരുത്. ഞാനിങ്ങനെ വെക്കാറ് കേട്ടോ. നന്നായിട്ടുണ്ടാവും ഇതിന്. അങ്ങനെ ഉണ്ടോ, ഇത് നമുക്കിപ്പോൾ ദോശയ്ക്കൊക്കെ നന്നായി, ഇഡ്ഡലിക്കൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. അങ്ങനെ അതങ്ങനെ ആക്കിയിട്ട് കുക്കറിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വിസിൽ വന്നില്ല കേട്ടോ. ആ വിസിൽ വരാനാകുമ്പോഴേക്ക് വേഗം ഓഫാക്കി അടച്ച് വെച്ചിട്ട് വിസിൽ അപ്പോഴേക്കതാ വിസിലൊക്കെ വന്ന് റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കൈപ്പിടി പുളി ഇട്ടോ, ഒരു ചെറിയൊരു പുളിയും പിന്നെ തേങ്ങ ഒന്നും കൂട്ടിയില്ല, തേങ്ങ മാത്രമായിട്ട് അരച്ചങ്ങ് കൂട്ടി താളിച്ചെടുത്തു കേട്ടോ. പിന്നെന്താ കത്തിരിക്കായ് വറക്കണം എന്നിട്ടാണ്. അതിന് മുളകൊക്കെ തിരുമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ മസാല തിരുമ്പില്ല അതുപോലെ തന്നെ കേട്ടോ. ഞാനൊന്ന് വറുത്തെടുക്കണം. ഇക്കാക്ക് ടാപ്പിംഗ് വർക്കിനൊന്ന് പോയിക്കണ്, മറ്റേ വർക്കിനൊന്നും പോകണില്ല, ഒക്കെ വന്നിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ഒരുവിധം പണികളൊക്കെ ഒരുക്കണം പറഞ്ഞിട്ടാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ വിവരങ്ങളൊക്കെ പറയൂ. കണ്ടോ, പരിപ്പൊക്കെ നന്നായി തേങ്ങയും പുളി നന്നായി തിളച്ചപ്പോൾ നമ്മുടെ താളിച്ചീര, അതിൽ കറിവേപ്പില കേട്ടോ, കറിവേപ്പില മല്ലിയിലേക്ക് ഇട്ടാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ മിക്കവാറും കറികൾക്ക് മല്ലിയിലും കറിവേപ്പില ഇടാറുണ്ട്. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് കിട്ടുന്നില്ല. കടയിൽ കയറിയിട്ട് കിട്ടിയില്ല പറഞ്ഞേക്കാം, ഇനി മേടിക്കണം. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവും, പക്ഷെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ റെഡിയായപ്പോഴേക്ക് ഇന്നലെ അമ്പങ്കുന്ന് പള്ളിക്ക് പോയപ്പോൾ അവിടുത്തെ ജിലേബി എന്നാണ് പറഞ്ഞത് കേട്ടോ. ശരിക്കും എന്താ പറയുക, തേനിൽ കുതിർത്തിട്ട പോലെ ഉണ്ട്. നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ മധുരം ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും കഴിക്കില്ല കേട്ടോ. ഇന്നലെയൊക്കെ പോയിട്ട് വരാൻ ഫ്രണ്ട്സൊക്കെ കൂടി പോയി. എന്നിട്ട് ഒരു 10-11 മണി അടുത്തായി. അപ്പോൾ കഴിച്ചില്ല. പിന്നെ ഇപ്പോൾ എടുത്ത് കഴിച്ചു കേട്ടോ, ഒരു പീസ് കഴിച്ചു. നന്നായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും വന്നു. അപ്പോഴേക്കും എൻ്റെ കുളിയും നിസ്കാരമൊക്കെ വാങ്ങി കൊടുത്തു. നിസ്കാരം തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരുമ്പലും കഴിഞ്ഞു. പിന്നെ എന്താണ്, എന്നിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറ് വയ്ക്കേണ്ട നേരത്താണ് ഞാൻ കത്തിരിക്കായ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതും പൊരിച്ചെടുത്തു. പിന്നെയൊക്കെ മുട്ട വേണ്ട പറഞ്ഞു, കത്തിരിക്കായ് വറുത്തതുകൊണ്ട് മുട്ട വേണ്ട പറഞ്ഞു. അങ്ങനെ ചോറൊക്കെ വിളമ്പി പരിപ്പും മുരിങ്ങക്കായും കറിയൊക്കെ എടുത്ത് നല്ല എന്താ പറയുക, കത്തിരിക്കായ് വറുത്തിട്ട് ശരിക്കും മീൻ പൊരിച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അത് നല്ല രസമുണ്ട്. ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കും. അങ്ങനെ അതൊക്കെ കൂട്ടി ചോറൊക്കെ വേവിച്ചു വിട്ടാൽ പിന്നെ കുട്ടിനെ കൊണ്ട് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. കാക്ക ടാപ്പിംഗ് വർക്കിന് നിൽക്കുക, എന്തായാലും നന്നായി ഉറങ്ങുമല്ലോ, രാവിലെ നേരത്തെ പോണതല്ലേ. പിന്നെ വാഴക്ക ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴക്കൊക്കെ തന്നെ അതിന് കറിയൊക്കെ കയ്യിലായി കേട്ടോ. പിന്നെ ചട്ടിയിൽ ഉച്ചക്കത്തെ എണ്ണയുണ്ട്, അപ്പോൾ അതിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാഴക്ക ബജ്ജി ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് ഞാൻ കുടിച്ചു കേട്ടോ. ഒക്കെ ഉറങ്ങി എണീച്ചിട്ടില്ല, ഒക്കെ എണീച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും എണ്ണയൊക്കെ മറിച്ചിടുമ്പോൾ നോക്കണം കേട്ടോ, കാരണം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ തെറിക്കേണ്ടതായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. നല്ല എണ്ണ കുടിക്കും കേട്ടോ, അതിൽ എണ്ണ നല്ല കുടിക്കും. അരിപ്പൊടിയെന്ന് പറഞ്ഞില്ല, എണ്ണ ആട്ടിമാവിനിടല്ലേ, പക്ഷെ എന്നാലും ബജ്ജിയിൽ വാഴക്കേൻ്റെ ഒക്കെ ഇതിലെ കൊണ്ട് തോന്നുന്നു നന്നായി എണ്ണ കുടിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.